നമ്മുടെ ജീവിതത്തിൽ ഒരു അനിയന്ത്രിതമായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അവയവദാനം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകാൻ കഴിയും. കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്ത 17 വയസ്സുകാരി അയോന മോൺസൺ മരണാനന്തര അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവനേകും. അവയവങ്ങൾ ദാനം ചെയ്തതോടെ മരണത്തിലും പ്രകാശമായി മാറുകയാണ് അയോന. പഠിക്കാനും പഠനേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലായിരുന്ന എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന അയോനയുടെ വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും തീരാ ദുഃഖമായി മാറിയിരിക്കുകയാണ്. കണ്ണൂർ ചാലയിലെ ആസ്റ്റമിംസ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു ബുധനാഴ്ച രാത്രിയോടെ അയോനയെ മരണം തട്ടിയെടുത്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ലാബ് മോഡൽ പരീക്ഷ നടക്കാനിരിക്കെയായിരുന്നു അപകടം. അതീവ ഗുരുതരാവസ്ഥയിലാണ് അയോന മോൺസൺ കണ്ണൂർ ആസ്റ്റമിംസിൽ എത്തിച്ചേർന്നത്. അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ സംവിധാനത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ആസ്റ്റമിംസ് അധികാരികൾ അവയവദാനത്തിന്റെ സാധ്യതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബത്തോട് സംസാരിച്ചത്. തുടർന്ന് ഏറ്റവും മഹത്തായ ദാനത്തിന് കുടുംബം തയ്യാറാവുകയായിരുന്നു. മനുഷ്യ സമൂഹത്തിന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ദാനവും സന്ദേശവുമാണ് അയോനയുടെ കുടുംബം നിർവഹിച്ചതെന്ന് ആസ്റ്റമിംസ് അധികൃതർ പറഞ്ഞു. കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നതോടൊപ്പം മാതൃകാപരമായ പ്രവൃത്തിയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ആസ്റ്റമിംസ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വൃക്ക കോഴിക്കോട് ആസ്റ്റമിംസ് ഹോസ്പിറ്റലിലെ രോഗിക്കും മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്കും ലഭ്യമാക്കി. കരൾ നൽകിയത് കോഴിക്കോട് മെയ്ത്ര ഹോസ്പിറ്റലിലെ രോഗിക്കാണ്. കോർണിയകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലേക്കും ദാനം ചെയ്തു. സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവയവ സ്വീകർത്താക്കളെ നിശ്ചയിച്ചത്. മോൺസൺ അനിത ദമ്പതികളുടെ മകളാണ് അയോന. മാർഫിൻ, ഏഞ്ചൽ എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 തിരൂർ സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി സെമിത്തേരിയിൽ നടത്തും.